ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് അടിപൊളി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാമേ. ഒന്നും വേണ്ട, ടിഷ്യൂ പേപ്പറും അതേപോലെ തന്നെ കുറച്ച് പെയിൻറ്റും ഒരു കമ്പി മാത്രം മതി ഗൈസ്. വേറെ ഒന്നും വേണ്ട നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്. അത്ര ഈസി എന്ന് പറഞ്ഞാൽ ഇതിനും ഈസി ആയിട്ടുള്ള ഒരു ഫ്ലവർ നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല. ഇപ്പം ഞാൻ ഇവിടെയൊക്കെ നല്ല മഴയായതുകൊണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറച്ച് തവളകൾ ഇരുന്ന് കരയുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നമ്മുടെ ഇതിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയുണ്ട് മഴയെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും നല്ല സേഫായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാൻ നോക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ യെല്ലോ കളറാണ് നടുക്ക് കൊടുക്കുന്നത്, രണ്ട് സൈഡിലും വയലറ്റ് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ നോക്കുമ്പോൾ യെല്ലോ കളർ നടുക്ക് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ കിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കളർ ട്രൈ ചെയ്യാം, വയലറ്റും ബ്ലൂ അതേപോലെ തന്നെ പിങ്കും യെല്ലോ ട്രൈ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ട്രൈ ചെയ്യാം. നിങ്ങൾ എന്നിട്ട് ചെയ്യണത് എൻ്റെ ഗോപൂസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനോ അല്ലെങ്കിൽ _I ദേവപ്രിയൻ _ എന്ന ഇൻസ്റ്റ ഐഡിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ക്രാഫ്റ്റ്, എൻ്റെ ക്രാഫ്റ്റ്സ് കേട്ടോ, ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ് നിങ്ങൾ ചെയ്തത് എനിക്ക് അയച്ചു തന്നാൽ ഞാനിവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലോ അല്ലെങ്കിൽ ഷോർട്സിലോ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കൊന്ന് നിവർത്തിയെടുക്കാം. ഞാൻ നന്നായിട്ട് ഇവിടെയൊക്കെ നല്ല മഴയായതുകൊണ്ട് ഞാൻ തേപ്പട്ടി വെച്ച് തേച്ച് ഉണക്കാണ് ചെയ്തത് ഗൈസ്. അപ്പോൾ തേപ്പട്ടി കൊണ്ടിട്ട് ഇവിടെ ചെറിയൊരു ഓട്ടം വന്നു. തേപ്പട്ടി കൊണ്ട് ഡയറക്റ്റ് നമ്മൾ തേക്കരുത്. തേപ്പട്ടി കൊണ്ട് ഡയറക്റ്റ് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ള ഡ്രസ്സൊക്കെ തേക്കുമ്പോൾ നമുക്ക് കറവും. അതിന് വേണ്ടി നമ്മൾ ഒരു പേപ്പറോ അല്ലെങ്കിൽ 2 പേപ്പർ അതിൻ്റെ മുകളിലും അടിയിലും വെച്ചിട്ട്, ഒരു പേപ്പർ അടിയിലും അല്ലെങ്കിൽ 2 പേപ്പർ അടിയിലും 2 പേപ്പർ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഉണങ്ങി കിട്ടും. കുറച്ചധികം നേരം തേക്കണമെന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് മഴയത്ത് വെച്ച് ഉണക്കാനായിട്ടൊരു ഓപ്ഷനില്ല. അല്ലെങ്കിൽ വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചാൽ ഉണക്കാം. അപ്പോൾ എന്നിട്ട് ഇതേപോലെ നമുക്ക് അതിനെ ഇങ്ങനെ വെട്ടിയെടുക്കണം. ഈക്വലായിട്ട് വെട്ടാൻ നോക്കുക. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ മടങ്ങിയിരിക്കുന്നത് കൃത്യമായിരിക്കണമെന്നില്ല. അതിൻ്റെ ഇത് നോക്കി വെട്ടുമ്പോൾ എനിക്ക് അങ്ങനെ 2-3 പറ്റി കേസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. നമ്മൾ വീശാമ്പാളൊക്കെ മടക്കില്ലേ, അത് തന്നെ. എന്നിട്ട് ഇതേപോലത്തെ ഒരു കമ്പി എടുത്തിട്ട് നമുക്ക് അതിനൊന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റുക. എന്നിട്ട് നിങ്ങൾക്ക് കമ്പിയില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാപ്ലെയർ യൂസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നൂല് വെച്ചായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അടിയിലുള്ള കമ്പി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്ട്രോ പോലത്തെയോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രോ പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒരു 4 വട്ടം ഇങ്ങനെ കുറച്ചടിക്ക് ഇങ്ങനെ വെട്ടിയിട്ട് അതിൻ്റെ അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് നമ്മുടെ പൂവിൻ്റെ തണ്ടായിട്ട് കിട്ടും ഗൈസ്. അതായിരിക്കും കുറച്ചും കൂടി, അല്ല ഇത് കമ്പി വയ്ക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അതായിരിക്കും കുറച്ചും കൂടി കാണാൻ ഭംഗിയായിട്ടിരിക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് നിവർത്തിയെടുത്തിട്ട് നമുക്ക് ഇതേപോലെ അതിൻ്റെ അരിലേക്ക് പതുക്കെ വലിക്കണം. നമ്മൾ ഭയങ്കര ടൈറ്റ് പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ പൂവിൻ്റെ അരിലൊക്കെ പാടെ കയ്യിലിരിക്കും. ഇതേപോലെ പതുക്കെ വലിക്കാം. ഈ പൂവിനെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഗൈസ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിൽ ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ പൂക്കളിടാൻ തുടങ്ങിയതാണ്. ഈ ചാനൽ തുടങ്ങി ഒരു 4-ാമത്തെയോ 5-ാമത്തെ വീഡിയോ തൊട്ട് ഈ പൂട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പൂട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കാം. അന്നൊന്നും ഞാനിങ്ങനെ കളർ അടിച്ച് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് മടക്കി നമ്മുടെ ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് മടക്കി അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്യൂട്ടാക്കി എടുക്കണ്ടേ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ക്യൂട്ട് ഫ്ലവറുടെ ഓർഡിനറി അതേപോലെ തന്നെ 3-4 ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് പഴയ കാലി ബോട്ടിൽ ഉണ്ടാവില്ലേ, പെയിൻറ്റിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ പോട്ടെ എന്തെങ്കിലും ഒരു ബോട്ടിൽ മതി. ഒന്നും കിട്ടിയില്ലെങ്കിൽ കുറച്ച് വലിയൊരു അടപ്പനെടുത്താൽ മതി. നമ്മുടെ ഇപ്പോൾ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ അടപ്പനുണ്ടാവില്ലോ, കഴിഞ്ഞത് എടുക്കണം അല്ലെങ്കിൽ തല്ലി കിട്ടും. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് ക്ലേയോ, ഞാൻ അതിൻ്റെ ഉള്ളിൽ ക്ലേയാണ് തള്ളി കയറ്റി വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ക്ലേ ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് എന്നിട്ട് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെർമാക്കോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വട്ടത്തിൽ ഇതാക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുത്തി വെച്ചാൽ മതി. അല്ലെങ്കിൽ കുറച്ച് മണ്ണിട്ടായാലും വെച്ചാൽ മതി ഗൈസ്. മണ്ണൊന്ന് മറിഞ്ഞു വേണ്ട നോക്കണം, അതാണ് വേറെ കാര്യം. എന്നിട്ട് ഞാൻ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുന്നേ ഞാൻ അതിന് കയറി പിടിച്ചു. അപ്പോൾ എന്തായാലും എൻ്റെ ഫിംഗർ പ്രിൻറ്റ് വീട്ടിലും അതിമേലേ ഇതേ. അല്ല ഞാൻ ഫുൾ ബ്ലാക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഫുൾ ബ്ലാക്ക് അടിച്ചാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗോൾഡ് കളർ പെയിൻറ്റും കൂടെ അടിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് അതിൻ്റെ നടുക്ക് കുറച്ച് പച്ച കളർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുല്ല് ഇരിക്കണ പോലെ ഇരുന്നോട്ടെ. എന്നിട്ട് ശബ്ദം ഇടയ്ക്കിടയ്ക്ക് പോകും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. പിന്നെ കര എന്നാണ് എൻ്റെ സൗണ്ട്. കുറച്ച് തന്നെ വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയാവും. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം ഗൈസ്, പ്ലീസ്. കണ്ടിരിക്കണേ എൻ്റെ വീഡിയോ. എന്നിട്ട് ഇതേപോലെ കുറച്ച് പൂക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ കുത്തി വെച്ച് കൊടുക്കാമേ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു 4 ഞാൻ വിചാരിച്ചു ഹൈറ്റ് ഓർഡറിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വിചാരിച്ചു അങ്ങനെ വേണ്ട, അന്ന് കുറച്ച് ഇതായിട്ടിരിക്കുന്നത് ഒക്കെപ്പാടെ വെച്ച്. എന്നിട്ട് ഇതേപോലെ ഞാൻ വെച്ച് കൊടുക്കണം. എന്നിട്ട് 5-ാമത്തെ 4 പൂക്കളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു കുറേ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു അവിടെ ഒരു ഫ്ലവർ വേസ് ഇരിക്കുന്നുണ്ടോ, ആ ഒരറ്റത്ത് അവിടെ നമ്മുടെ ചെറി ബ്ലോസം ഫ്ലവർ ഇരിക്കുന്നുണ്ട്, അതിന് മാറ്റിയിട്ട് നമുക്ക് ഇതാക്കാമെന്ന് വിചാരിച്ചു. അത് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് എന്തായാലും അത് ചെറി ബ്ലോസം ഞാൻ അതിൽ വെക്കുള്ളൂ. എന്നിട്ട് ഇതേപോലത്തെ കുറച്ച് ഇലകളൊക്കെ എടുക്കാം. ഇപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് ചെടിയുടെ 2 അടിച്ച് മാറ്റിയതാണ് ഗൈസ്, ആരും അറിയണ്ട. എന്നിട്ട് നമുക്ക് അതും കൂടെ അതിൻ്റെ സൈഡിൽ ഫിറ്റ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയി ഗൈസ്. ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗി
ഭംഗിയിൽ കാണാനായിട്ട് നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ടേബിളൊക്കെ ക്യൂട്ടാക്കി എടുക്കണ്ടേ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.